Chin down. Eyes open. Ready. ഇന്ന് ഓഡിയൻസ് മുഴുവൻ വന്നിരിക്കുന്നത് ഡിജിയുടെ വയറ് കാണാനാ. എന്തിനെ പറ്റി പറയണ്ടേ? ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങടാ. ഓക്കെ, ഹായ് ഗൈസ്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയാൻ നിങ്ങൾ കുറച്ച് നിമിഷം കൂടി കാത്തിരിക്കേണ്ടതാണ്. ഇത് പണ്ട് വരെ കഥാപ്രസംഗം പറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഡിസിയുടെ ചെറിയ മിനിയേച്ചർ വളകാപ്പ് ദിവസമാണ്. മിനിയേച്ചർ വളകാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വലിയ പരിപാടിയൊക്കെ ആയിട്ട് നടത്താമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം നമ്മളത് ചെറിയ പരിപാടിയായിട്ട് നടത്താണ്. ഫോട്ടോഗ്രാഫർ ഞാനാണ്, അലങ്കാരപ്പണി ഞാനാണ്, മേക്കപ്പ് മാത്രം ഞാനല്ല. ഡിജിനെ മേക്കപ്പ് ചെയ്യുന്നത് വീട്ടുകാരാണ്. ബാക്കിയെല്ലാ അലങ്കോലപ്പണിയും ഞാനാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തേക്കുന്നത്. സോ KDN കമ്പനിയുടെ പേരിൽ പ്രത്യേകം ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇവ ചേച്ചിയാണ് ഇന്നത്തെ അസിസ്റ്റന്റ് ബ്യൂട്ടീഷ്യൻ. ഇത് മെയിൻ ബ്യൂട്ടീഷ്യൻ. ഇതാരാന്ന് പറ. ഇത് ഡിജിയുടെ അമ്മ, നിന്റെ ആരാന്ന് പറ. എന്റെ അമ്മയമ്മ. ഓക്കെ, മെയിൻ ചീഫ് ബ്യൂട്ടീഷ്യൻ ഇന്ന് പുള്ളിക്കാരിയാണ്. ആന്റിയാണ് ചീപ്പ് ബ്യൂട്ടീഷ്യൻ. ചീഫ് ബ്യൂട്ടീഷ്യൻ. ഇത് അടുത്ത അസിസ്റ്റന്റ് ആണ് ലിൻഡ. അപ്രന്റിക്സ് ലിൻഡ. ഇത് അപ്രന്റിക്സ് ഇവ. ഇത് ഒരു ആവശ്യമില്ലാണ്ട് മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ട് നോക്കുന്ന ഒരു ആവശ്യമില്ലാതെ. ഈ വാതിലിന് ചെറിയ ഒച്ച കൂടുതലാണ്, എന്താണെന്ന് അറിയില്ല, പണിക്കാരുടെ കുഴപ്പമെന്ന് തോന്നുന്നു. അപ്പോ ഇതാണ് വേറൊരു അപ്രന്റിക്സ് ബീന. അപ്പൊ ഒന്ന് 3 അപ്രന്റിക്സ് ഒരു ചീഫും ഉണ്ട്. ഇന്നത്തെ താരം അവിടെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നു. കോപ്പിറൈറ്റ് അടിക്കാത്തത് കുറവിട്ടാ മതിയോ? കളിയാക്കണ പോലെ ഇതാണ് മിനിയേച്ചർ, എന്താ സാധനത്തിന്റെ പേര്, വളകാപ്പ്. ഡിജി ഡിജി എന്തല്ല സുഖായിട്ടിരിക്കണോ? ഇനി എത്ര ദിവസം കൂടി കൂടി വരുവാ. അതെ, ഇന്ന് ഓഡിയൻസ് മുഴുവൻ വന്നിരിക്കുന്നത് ഡിജിയുടെ വയറ് കാണാനാ. ഞാനവിടെ ടിക്കറ്റ് എടുത്ത് കയറ്റാൻ ആൾക്കാരെ. ഓക്കെ, അപ്പൊ ഇന്ന് തകർക്കല്ലേ? പിന്നെ എന്താ പരിപാടി? പരിപാടി എന്താ? അമ്മ ഫുള്ള് കുറച്ചേരം ഇവിടെ കൊറേ മാലയും വളയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി, കമ്മലൊക്കെ വലിയതൊക്കെ ഇട്ട് നോക്കിട്ട് അയച്ചോട്ട് പോയി പറയാ അവരുടെ സാധനങ്ങളാണ്. എന്റെ അമ്മോ, ഇതെന്താ? അമ്മയുടെ ബ്രൈഡൽ ഷവർ ആൾക്കാർ. ആരാ ലക്ഷ്മിന്ന് മനസ്സിലാവുള്ള അത്ര. നീ ഇട്ടതേ ലക്ഷ്മി ആനനെ കാണിക്കുള്ള മ്യൂസിക്കാ, പട്ടാഭിഷേകത്തിലത്തെ. അമ്മ ജോക്കറായിട്ടുണ്ടെന്ന്. എന്റെ ലെഫ്റ്റ്, ക്യാമറ ലെഫ്റ്റ്. അവിടെ സ്ട്രൈറ്റ് ഇത്തിരി പൊടിക്കാൻ മതി. ഫോട്ടോ എടുത്തിട്ടില്ല. ഡിജിയുടെ ഫോട്ടോഷൂട്ട് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. തോട്ടി പോലുള്ള ക്യാമറയായിട്ടാണ് മുന്നേ ഫോട്ടോ എടുക്കുന്നത്. ലൈറ്റ് ഉണ്ടാ എടാ മുന്നു? ഞാൻ ചോദിച്ചതേ ടെറസിന്റെ മേലെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേ? അമ്മന്റെ പുല്ലൊക്കെ ക്രിസ്മസ് കൂടെ ഉണ്ടാക്കാൻ പോണെന്ന് നേരം അമ്മ ക്യാമറാമാനും അസിസ്റ്റന്റും മേക്കപ്പ് മാനും ഫാഷൻ ഡിസൈനറും എല്ലാം മുന്നേ തന്നെയാണ്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല, വിദേശത്ത് കാണാൻ പറ്റും. അങ്ങ് യൂറോപ്പില്. ഇതെന്താ കുളത്തി പിടിച്ച പോലെ നിക്കണേ? അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് ഈ സാധനം വെച്ചിട്ടേ ഇതെന്തിനും ഇങ്ങനെ തീരണവരെ പിടിക്കോ? അല്ലേ, ഏത് പോഷണം നല്ലതെന്ന് നോക്കിട്ട് അതിടും, നോക്കിട്ട് അതിടും. അത്രേ ഉള്ളൂ. അവനോട് ഞാൻ ഇങ്ങനെ ഇടാൻ പറഞ്ഞു നേരത്തെ. അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ ആരും ക്രിസ്മസ് കൂട് ഉണ്ടാക്കണില്ല. ചോദിക്കാൻ ഇതെന്താ ക്രിസ്മസ് കൂടാണെന്ന് ചോദിക്കും. അമ്മ ചോദിക്കി, ധൈര്യം ചോദിച്ചേ. ധൈര്യമില്ല, അങ്ങനെ ധൈര്യമില്ല. എന്താടാ ക്രിസ്മസ് കൂടാണോ ഉണ്ടാക്കണേ? എടാ നിന്നോട് എന്താടാ ക്രിസ്മസ് കൂടാണോ ഉണ്ടാക്കണേന്ന് ഒരാൾ വാടം സഹായിക്കാൻ. ഡിജോബ്രോയുടെ ആരാധകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അധികം വൈകാതെ ഡിജോബ്രോ വരുന്നതായിരിക്കുന്നു. ഒന്ന് ഇംഗ്ലീഷിൽ പറ. എടാ നമുക്കൊക്കെ ചായ തന്നിട്ട് ഇവിടെ നിന്ന് പാല് കുടിക്കുന്നു. എടാ ഭയങ്കര. ഞാൻ കുടിച്ചില്ല. ഈ വീട്ടിലെ ഡിജോ ഇല്ലാത്തപ്പോഴുള്ള അമിതാഭ് ബച്ചനാണ്. ഡിജോ വന്നു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്റെ സ്റ്റൈല് മാറും. ഇവയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണത്, മാൽക്കിസ്റ്റ്. അത് കഴിച്ചോണ്ടിരിക്കുകയാണ് ഇവ.
അതിവിടെ പറയാൻ കാരണം ഈ ബിസ്ക്കറ്റ് ഗർഭിണികൾക്കും അത്യുത്തമമാണ്. അങ്ങനെയൊന്നും ഇല്ലട്ടാ, കഴിക്കാൻ പാടൊന്നും പറഞ്ഞൂടാ, എന്നാലും ഞാൻ കഴിക്കും. അപ്പൊ നമ്മള് അടുക്കളയിൽ ആന്റീനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റി നമുക്ക് ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വറുത്തരച്ച അങ്ങനെയല്ലേ പറയാ, അല്ല തേങ്ങ ഇട്ട മുരുകയിൽ ഇതിനെ പറ്റി വലിയ ABC അറിയാത്തോണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. മൊരിയറിയില് വറുത്തരച്ചതെന്ന് പറഞ്ഞാലും അത് വിശ്വസിച്ചോളൂ. അയ്യോ അങ്ങനെയല്ല കേട്ടോ, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. ഇവക്ക് ഇവ നല്ല കുക്കിയാണ്. ഇവ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഒന്ന് കൊടുങ്ങല്ലൂര് വന്നപ്പോ കഴിച്ച് എന്ത് ടേസ്റ്റ് ഇല്ല ഓരോന്ന് ഉണ്ടാക്കിയത്. നന്നായി. ഞാൻ പപ്പായ കഴിക്കാതെ ഇരിക്കുമ്പോഴേക്കും പറയേ നീ കഴിച്ചോ, ഞാൻ അരിഞ്ഞതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പപ്പായ അരിഞ്ഞപ്പോ ടേസ്റ്റ് കൂടിയത്. വലിയ ബീറ്റ്റൂട്ട് നമ്മളത് ഇങ്ങനെ വലിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഇത്രയുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി ഇടുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുമ്പോഴേക്കും റെഡിയായി. പുതിയൊരു ലൈറ്റ് ഗേൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ മിസ്റ്റർ അഭയ് സ്റ്റീഫൻ, മോഡൽ മിസ് ഡിജി ഡിബറ്റ്. വടംവലിക്ക് ട്രോഫി കിട്ടിയ പോലെ മുന്നിവിടെ എല്ലാരെ കൊണ്ട് പണിയെടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അമ്മേനെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കുന്നു, അങ്കിളിനെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കുന്നു. അതൊക്കെ മതി. ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പ്ലാൻ. ഏയിലിടാം. കുതിരയും താറാവൊക്കെ. ഇതെന്തിങ്ങനെ വെറുതെ ഇരുന്നിരിക്കണേ? അല്ല, ഞാൻ ഇവിടെ വേറൊരു ഡയലോഗ് കേട്ടിട്ട് ഞാൻ എന്ത് ഡയലോഗായിരുന്നു പറഞ്ഞോ? എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ബാക്ക്ഗ്രൗണ്ടില്? ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഡിജൈനെ മുകളിൽ കയറ്റാൻ പറ്റില്ല. ഇതുള്ളതുകൊണ്ട് ഫുൾ സൈസ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇവിടെ കർട്ടൺ ട്രാൻസ്പെറന്റ് ആയിട്ടിരുന്ന വിൻഡോയുടെ പ്രശ്നം വരും. അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ഡ്രോപ്പ് വേണം. ബാക്ക് ഡ്രോപ്പ് നമ്മുടെ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല, എനിക്കും ഇല്ല. എന്നാലും ഇത് സംഭവം റെഡി അല്ലാന്ന് അവൻ ഉദ്ദേശിച്ചത് അല്ലേ? ബാക്ക് ഡ്രോപ്പ് ആയാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ബാക്ക് ഡ്രോപ്പ് ആയാ ശരിയാ. അമ്മയ്ക്ക് മനസ്സിലായി എന്താ സംഭവം? ബാക്ക് ഡ്രോപ്പ്. മത്സരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആന്റിയും യുയുമായുള്ള കുക്കിംഗ് ചാലഞ്ച് ആണ് ഇപ്പോൾ നടക്കുന്നത്. ചാലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല. മോരിയറിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് എന്തത് ബീഫല്ലേ? എന്റെ മോനെ കൊതിയൂറും ബീഫ് വരട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഒരു പെരട്ടയാണ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് കഴിക്കാത്ത എന്റെ വായിൽ വെള്ളം കൂടുന്നു. അന്ന് നമുക്കൊരു കപ്പൽ മേടിച്ചിടാം. സാധനങ്ങളാണ് കുറച്ചു നേരം അല്ലേ? അല്ലോണ്ടല്ലോ അന്നൊരു കപ്പല് സംഘടിപ്പിക്കാം. തൂങ്ങിക്കിടക്കുന്ന മുകളിൽ തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. ഈ 2 ഗ്യാപ്പ് ഫില്ല് ചെയ്തല്ലേ. ഡിജോ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. നിങ്ങളുടെ ആരാധികമാരോട് എന്തെങ്കിലും 2 വാക്ക്. നിങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. അതെ, നമുക്കറിയാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആരോ വിളിച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഞാനൊരു ടോട്ടിച്ചല്ലേ. അങ്ങനെ ദീർഘനേരത്തെ പ്രയത്നത്തിന് ശേഷം ഇവിടെ നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. ഒരു ഗംഭീരമായ ഫ്രെയിമാണ്. ഇവിടെ ഫ്രെയിം ലൈറ്റ് ഒക്കെ ഉണ്ട്. ഈ ഫ്രെയിമിന്റെ പേരാണ് ദമയന്തി ഫ്രെയിം. എങ്ങനെയുണ്ട് ദമയന്തി ഫ്രെയിം? നന്നായിട്ടുണ്ട്. ദമയന്തി കടന്നു വരുന്നു. ഒരു സ്റ്റെപ്പ്, ഒരു ഫോർവേഡ് വെച്ച് റൈറ്റ് ലെഗ് മാത്രം. റൈറ്റ് ലെഗ്. Chin down, eyes open, ready. കൈവേനെടുക്കണ്ട അമ്മയുടെ? ഒന്നും ഉണ്ടാക്കില്ല. മറ്റൊരു സ്ത്രീ ഉണ്ടല്ലോ ഗർഭമുന. ഗർഭമുനല്ല, ദർഭമുന. തണ്ട് കൊണ്ടുപോയി അതിന്റെ കാലുമേ. ശകുന്തള. ദർഭപ്പുല്ല്, ദർഭം എന്ന് പറയുന്നത് ഒരു പുല്ല. ആ ദർഭപ്പുല്ലിന്റെ മൊന കൊണ്ട് വളരെ സോഫ്റ്റാ. അത് കൊണ്ടിട്ട് പോലും അവളുടെ കാല് വേദന എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് നിലത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഡയറക്ടർ ആക്ടേഴ്സ് ഭയങ്കര അലമ്പാന്ന് തോന്നുന്നു കേട്ടോ. അവരെ നിയന്ത്രിക്കണം. അസിസ്റ്റന്റിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കൂല. ഉളപ്പണയാണ്. ആക്ഷൻ. ആക്ഷൻ പറഞ്ഞപ്പോ തന്നെ കട്ടാക്കിയ. അങ്ങനെ മിസ്റ്റർ അഭയ് സ്റ്റീഫൻ ഇവിടെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ക്യാമറ എന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും. കപ്പിൾ ഫോട്ടോഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. ഡിജിയുടെ 1 മണിക്കൂറായി വേർത്ത് കുളിച്ചിരിപ്പുണ്ട്. എങ്ങനെ കപ്പിൾ ഫോട്ടോഷൂട്ടിനെ കുറിച്ച് 2 വാക്ക് ഡിജി? അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ്. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ. അതിന്റെ നടുക്ക് നിങ്ങൾ ടിൻറ്റുമോനായിട്ട് കയറി നിൽക്കണ്ട. അല്ല
അതിലിപ്പോ വേറെ അർത്ഥം എന്തിട്ടാണ്? അല്ല അങ്ങനെയല്ല തമാശയൊക്കെയാണ്. 2, 3 രണ്ടുപേരൊന്ന് സ്മൈൽ അടിച്ചിട്ട് മുന്നേ പല്ലൊന്ന് കാണിച്ചേ, ലൈറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. കമാൻ കമാൻ, പല്ലില്ല. വൺ മോർ. അല്ല മുന്നേ എടുത്തേക്കണം നോക്കി ശരിയാണ്. ഇത് മറ്റേ ക്ലിക്ക് ഇല്ല, എന്തായാലും പറയാം, നമ്മൾ അറിയാണ്ട് എടുക്കണം. കാൻഡിഡ് മാത്രമേ ഇതിലും നല്ലുള്ളൂ. കാരണം പെൺകുട്ടി കറക്റ്റാ, കൂടെ നിൽക്കണ ഇവൻ ശരിയല്ല. ഇവന് മാറ്റി വേറെ ആരെങ്കിലും നിർത്താണെങ്കിൽ പക്ക ഫോട്ടോ. അയ്യേ, എന്തുണ്ട് ഫ്രെയിമാണത്? അടുക്കളയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആന്റി വരെ ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫോട്ടോഗ്രാഫി? സൂപ്പർ. താങ്ക് യു. ലൈറ്റ് ബോയുടെ ഒരു അഭാവം കറക്റ്റ് ആയിട്ട് ഇതില് ഫോട്ടോയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഫോട്ടോഗ്രാഫി സ്കില്ല് വെച്ച് ഞാൻ അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് ആയാലേ ഫോട്ടോ കറക്റ്റ് ആവുള്ളൂ കേട്ടാ. നിങ്ങൾ എവിടത്തെ ക്യാമറമാനാണ്? ഇത് കുട്ടികുറ്റിയല്ല. നിങ്ങൾ ഏതെങ്കിലും പരിപാടിക്ക് ഇതുപോലെ ക്യാമറമാനെ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ക്യാമറമാനെ ആദ്യമായിട്ടാണ്. ഞാൻ പ്രൊഫഷൻ മാറാൻ തീരുമാനിച്ചു, ഫോട്ടോഗ്രാഫിയിലേക്ക് കിടക്കാൻ പോവാ. അടിപൊളി. ഇനിയൊരു ലിപ് ടു ലിപ്പ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടി ഗംഭീരമായി ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. എന്റെ മാരകമായ ഫോട്ടോസ് കണ്ട് മുന്നും ഡിജിയും ആനന്ദ ബ്ലബ്ധരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഡിജി എങ്ങനെയുണ്ട്? ഡിജി സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഒരു ലൈഫ് ഇല്ല എല്ലാത്തിലും. പിന്നെ അതാണ്. അപ്പൊ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് ആണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും സുന്ദര അല്ലെങ്കിൽ സുന്ദരി ആരാന്നുള്ളത് കമന്റ് ബിലോ. ഡിജോ പ്രോ കൈ നോക്കി കാണിക്കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ 9ാം മാസത്തിന്റെ പരിപാടികൾ ഗംഭീരമായി പര്യവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നമസ്കാരം, നന്നായിരുന്നു. ഓക്കെ, ആക്ഷൻ. അപ്പോ മിനി ഹൽദി പരിപാടി, മിനി വളകാപ്പ് പരിപാടി നമ്മൾ 2 ഫാമിലി കൂടി പര്യവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി അപ്പൊ കേക്ക് കട്ടിങ് ഉണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മൾ മധുരം എല്ലാവർക്കും പങ്കുവെച്ച് ഈ ഒരു ചെറിയൊരു പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ ഡിജി 9ാം മാസത്തിലേക്ക് കടന്നു. അപ്പൊ ഇനി ഏതാനും ദിവസം കഴിഞ്ഞാൽ ഈ ഫാമിലിക്ക് ഒരു ബേബി ബോയ് അല്ലെങ്കിൽ ബേബി ഗേൾ വരുന്നതാണ്. അപ്പോ ആരായാലും ബോയാലും ഗേൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ വരട്ടെ. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ബേബിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ. ഇതിന്റെ പേരെന്തിട്ടാന്നറിയോ? മോഗ്ലി. അത് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ.